Everybody, welcome back to our channel, and this is shilpa. അപ്പോൾ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയെന്ന്. യെസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണക്കല്ലേ, അപ്പോൾ എന്തായാലും നമ്മുടെ അച്ഛൻ്റെ ഓഫീസിൽ ഒരു കുഞ്ഞി ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോവാണ്. അതുമാത്രമല്ല, ഇന്ന് ഇവിടുന്ന് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ നടക്കുന്ന കുട്ടി കുട്ടി കാര്യങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം, എന്നാൽ ഫുള്ളല്ല, ഒരു കുട്ടി കുട്ടി പോർഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുറേ ക്ലട്ടേഴ്സ് എപ്പോഴും ഉണ്ടാവും ബാക്കിൽ, അതുകൊണ്ട് ഇഗ്നോർ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓൾ ദാറ്റ് ഡ്രിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും, ഇഷ്ടപ്പെടുന്നതിന് വിശ്വസിക്കുന്നു. സോ നമുക്കിന്ന് എന്താണ് പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് വരയ്ക്കണവും പിടിക്കണമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ എന്താണോ അപ്പോൾ വരുന്നത് അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും പൂക്കൾ ഇടാറ് കേട്ടോ. ഞാൻ മാത്രമേ ഇടാറുള്ളൂ, കൂടെ ആരും ഉണ്ടാവാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ തന്നെയാണ് ഇടുന്നത്. പൂക്കളൊക്കെ എന്തായാലും അമ്മ ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ പീസാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഒന്നെടുക്കും, മാറ്റും, അത് വയ്ക്കും, അടുത്തത് വയ്ക്കും, മാറ്റും, അങ്ങനെ മാറ്റി മാറ്റി വട്ടമല്ല ഒരു സാധനം ഇല്ലാത്തൊരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതെന്താ നോക്കാം. അപ്പോൾ ഇതന്നെയാണ് ഞാൻ അവസാനം ഉണ്ടാക്കിയത്. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, പക്ഷെ ദൂരം നിന്ന് കാണാൻ കുഴപ്പമില്ല. എന്നാൽ ആ വട്ടമൊന്നും വന്നിട്ടില്ല. വരയ്ക്കാണ്ടാണല്ലോ ഓരോന്ന് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ പൂക്കളം പരിപാടീസൊക്കെ ഇന്ന് കഴിഞ്ഞു. ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ പോക്ക് ഞാൻ ക്യാൻസലാക്കി. കാരണം അതായത് ഓഫീസിലത്തെ പോക്ക് ഞാൻ ക്യാൻസലാക്കി. ഞാൻ അമ്മോട് ചെറുതായിട്ടൊന്ന് തല്ലുകൂടി. ഓക്കെ, അപ്പോൾ എന്നെ ഇന്ന് സെറ്റ് കൊണ്ടെടുക്കാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ പോയില്ല. അതാണ് ഇന്നുണ്ടായത്. അവരെന്തായാലും ഓഫീസിലേക്ക് പോയി. എനിവേ ഐ ഡോണ്ട് കെയർ. അപ്പോൾ മിക്കവാറും ഞാൻ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും കൂടെ ഒരുമിച്ചായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പക്ഷെ ഞങ്ങളിന്ന് എന്തായാലും അച്ഛൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എന്തായാലും വരച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അസൈൻമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് ആകെ കൂടെ ഒരു ഹോളിഡേ ഉള്ളത്. എന്തായാലും നാളെ അല്ലേ തിരുവോണം, ഇന്നപ്പോൾ 29th ആണ്. അപ്പോൾ ഞാൻ ഫിലിംസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പുതിയ പുതിയ ഫിലിംസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒപ്പം വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓക്കെ, വർക്ക് മാറ്റേഴ്സ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി നോക്കിയിട്ട് വരാം. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ പോക്ക് ക്യാൻസലാക്കി ഇത് വീണ്ടും ശരിയാക്കി. കാരണം അവിടെ എന്തോ എനിക്ക് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിച്ചപ്പോൾ ആൾ കൊണ്ടുവരാൻ വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും കുറച്ച് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺസീലർ, എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ പറ്റുകയാണെങ്കിൽ. അതിൻ്റെ കൺസീലർ, പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ, കുറച്ച് പൗഡർ, പിന്നെ കുറച്ച് ബ്ലഷ് എന്നൊന്നും പറയാൻ പറ്റില്ല, ലിപ്സ്റ്റിക്കിന് തന്നെയാണ് ഇതെല്ലാം ആക്കിയിട്ടുള്ളത്. ഡീറ്റെയിൽഡ് മേക്കപ്പ് വീഡിയോ ഒന്നുമല്ല, എന്നാലും ഞാൻ കണ്ണൊക്കെ നല്ല അസലായിട്ട് എഴുതുന്നുണ്ട്. കാരണം ഓക്സിഡൈസ് ജ്വല്ലറിയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇടുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ കണ്ണ് കുറച്ചും കൂടി ഇതാക്കി കഴിഞ്ഞാൽ ഓക്കെ. ഹലോ, അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അടി ഞാൻ ക്യാൻസലാക്കി. ഇപ്പം എന്നെ കൊണ്ടുപോകാൻ വരും. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. സ്നേഹ വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കൂടി പോയോ എന്നൊരു ചെറിയ സംശയം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും വരട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് വരുമ്പോൾ പോവാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടൊന്നും കണ്ടിട്ടൊന്നും പറയരുത്, കാരണം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതെപ്പോഴും അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ശരിക്കും പറയാനാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഒന്നല്ല കേട്ടോ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ ഓണത്തിൻ്റെയാണ്. ഞാൻ അധികം സൈസ് വയ്ക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ കുറേ കാലം മുന്നത്തെയും കൂടെ എനിക്ക് ഭാഗമാവും. എന്തായാലും ഈ ഒരു ഭാഗം കൊണ്ട് എനിക്ക് തടി വയ്ക്കാറുണ്ട്.
അതുമാത്രമാണ് ഒരു എക്സെപ്ഷണൽ കേസ്. ബാക്കിയൊക്കെ എനിക്ക് സെറ്റാണ്. അപ്പം എന്തായാലും ഇങ്ങനെ തന്നെയാണ് പോണത്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ പറയും എന്തുവാ മാളൂ ഇത് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും അത് നമുക്ക് പോവാം. ലോക്ക് ചെയ്തില്ലേ? ഞങ്ങളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞങ്ങളിനി മുകളിലേക്ക് പോകണം. ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ട് ദൈവത്തിനറിയാം. രാവിലെ ഇറങ്ങാൻ നിന്ന് ഞങ്ങൾ എത്തിയത് പുച്ചി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തല്ലുകൂടൽ കാരണം പല കാര്യങ്ങളും ഫ്ലോപ്പായി. ജെയ്സനെ വെയിറ്റ് ചെയ്യണം. ജെയ്സൺ ബൈനെ വെയിറ്റ് ചെയ്യണം. ഐ ഡോണ്ട് നോ. അതുകൊണ്ട് 3, 4, 5, 6, 7. ഞങ്ങളില്ല ഓഫീസിൽ പോയിട്ട് മറ്റേതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓഫീസിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അതിനാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ പൂക്കളം പരിപാടിയൊക്കെ കഴിഞ്ഞു. വീടുണ്ടോ ഈ ഫാൻ സൗണ്ട് ഉണ്ടാക്കുന്നുള്ള. ശരി, അപ്പോൾ നമുക്ക് അവിടെ കഴിക്കണം. ഈ പൂക്കളം എവിടെ? പൂക്കളം ഇട്ടെന്ന് പറഞ്ഞിട്ട് പൂക്കളം കാണുന്നില്ല. അവിടെ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് ആമസോണിൽ നിന്നൊരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ നല്ല കേട്ടോ, കുറച്ച് കളർ പെൻസിൽസാണ്. അപ്പോൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാനൊരു ഡിസൈൻ സ്റ്റുഡൻ്റാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ആയുധങ്ങൾ. നിങ്ങളെന്നെ കളിയാക്കരുത്. എന്താ കളറിങ് ബുക്ക് കളർ ചെയ്യാൻ പോകുന്നതാണോ? അല്ല, കളർ ചെയ്യാൻ പോണതല്ല. ഓക്കെ, ഇതാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫുഡ് കഴിക്കാൻ പോവാണ്. കേട്ടോ, എണ്ണ മാത്രല്ല സാധനങ്ങളൊക്കെ ഇരിക്കും. ചേച്ചിക്ക് യൂട്യൂബിലിടാനാ? ചേച്ചിയുടെ യൂട്യൂബിന് ഇത് ഞാൻ ജയിച്ചടാ. ഡ്രസ് ഇട്ടിട്ട് എങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങാ? ഹലോ, അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് വന്നു. ഇനി വീട്ടിൽ നിന്ന് വീണ്ടും അടുത്ത വീട്ടിൽ പോവാണ്. അടുത്ത വീട്ടിൽ നിന്നും പറഞ്ഞാൽ വേറെ ആൾക്കാരുടെ വീടൊന്നുമല്ലോ.
അച്ഛൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിന്നും പോകാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കവറിലാണ് മടക്കി വെച്ചിട്ട് കവർ. ആ കവറിലല്ല, ചേച്ചിയുടെ കവറാണ്. This is a കുറുക്ക് വഴി. We reached. വർക്കാവുണ്ടാവില്ല. എന്ത് പറ്റി എൻ്റെ ക്യാമറയ്ക്ക്? ഹലോ, അപ്പം നമ്മൾ എന്തായാലും ഇവിടെ എത്തി. ഇനി ഇപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പം എന്തായാലും ഇവിടെ എത്തി. ഞാൻ പറ്റുകയാണെങ്കിൽ വ്ളോഗ് 2 എന്ന് പറഞ്ഞിട്ട് ഓണത്തിൻ്റെ ദിവസം എടുക്കാം. ഇതായിരുന്നു ഇന്നത്തെ ദിവസം. ഇവിടെ എത്തി. ഇവിടെ നീ ഡ്രസ്സ് മാറണം. രാത്രി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 o'clock ആയിട്ടുണ്ട്. അപ്പം അതായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി പിക്കിരി ഡേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഞാൻ സ്റ്റൈലിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലാണ് ചെയ്യാറ്. സോ ബൈ, സീ യു.